പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നിങ്ങൾക്ക് അലിയാരെ അറിയില്ലേ? മുത്തുനബിയുടെ ഓമന പുത്രി ഫാത്തിമത്ത് സുഹറയുടെ പ്രിയതമൻ. അലി എന്ന് കേട്ടാൽ നമുക്കൊരു പുലിയാണ് ഓർമ്മ വരുന്നത്, അല്ലേ? അവർ കുട്ടിയായിരുന്ന കാലം പോപ്പോ പീപ്പി വണ്ടിയും വെട്ടി ഓടിച്ചാടി വരികയാണ്. സ്റ്റാരിംഗ് ആയി കയ്യിൽ ഒരു കമ്പിക്കഷ്ണമുണ്ട്. തങ്ങൾ വഴിയിലെത്തിയതും മുന്നിലതാ നിൽക്കുന്നു പൊതുപോലെ പോകുന്നൊരു സാധനം. തങ്ങൾ തല ഉയർത്തി നോക്കി. പേടിപ്പെടുത്തുന്ന മുഖം, ഭയപ്പെടുത്തുന്ന ശരീരപ്രകൃതി. അബ്ദുൽ ബുദ്ധ, മക്കയിലെ വില്ലാളി വീരൻ, ജഗപ്പോക്കിരി. പക്ഷേ അലിയർ ഭയപ്പെട്ടില്ല. പ്രായത്തെ മാനിച്ചു വഴിമാറി നടന്നു. ബുദ്ധൂസ് അലിക്കുട്ടിയെ തള്ളി താഴെട്ടു. അലിക്കുട്ടിയുടെ കാലുമുട്ട് പൊട്ടി ചോരയൊലിച്ചു. എന്തിനാ കാക്ക വഴിമാറി നടന്നിട്ടും നിങ്ങൾ എന്നെ തള്ളിയിട്ടത്? തള്ളിയിട്ടാൽ നീ എന്താ എന്നെ മൂക്കിൽ കയറ്റുമോ? ബുദ്ധൂസ് മുക്കറിയിട്ടു. തങ്ങൾ തിരിഞ്ഞു നടന്നു. ആ നിമിഷം ബുദ്ധൂസ് വാളൂരി അലി റളിയല്ലാഹുവിനെ വെട്ടി. തങ്ങൾ ഒഴിഞ്ഞു മാറി. വീണ്ടും വെട്ടി. കയ്യിലെ കമ്പിക്കഷ്ണം കൊണ്ട് തടുത്തു. വെട്ട്, തടവ്, വെട്ട്, ഒഴിവ്. ബുദ്ധൂസ് മുന്നേറുകയാണ്. അലി റളിയല്ലാഹു ചിന്തിച്ചു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ നിമിഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതും അബ്ദുൽ ബുദ്ധർ വെളിയിൽ പോയി. ആ പുഴകൾ കേട്ട് മക്ക മുശ്രിക്കുകളുടെ നേതാക്കന്മാർ ഓടിയെത്തി. അവർ ഞെട്ടിപ്പോയി. വലിയതാ അബ്ദുൽ ബുദ്ധർ. പിന്നെ ചർച്ച ചെയ്ത് അലി റളിയല്ലാഹുവിന്റെ ഗുരുവായ ഹംസ റളിയല്ലാഹുവിനെ പോയി കണ്ടു. ഹംസ റളിയല്ലാഹു പറഞ്ഞു, ഇത് അലിക്കല്ലാതെ അഴിച്ചു മാറ്റാൻ കഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാതെ അലി റളിയല്ലാഹുവിന്റെ കാല് പിടിക്കാൻ അവർ തയ്യാറായി. സ്വന്തം കാൽക്കീഴിൽ വരുന്നവരെ മടക്കി അയക്കുന്നത് ശരിയല്ല എന്ന് കരുതി അലി റളിയല്ലാഹു അവർക്ക് മാപ്പ് കൊടുത്തു, പറഞ്ഞയച്ചു. കൂട്ടുകാരെ, താൻ നിൽക്കേണ്ടത് നിന്നില്ലെങ്കിലുള്ള ഫലം ഇതാണ്. കുട്ടികളാണെങ്കിലും നാം ആരെയും ചെറുതായി കാണരുത്. എന്താ, അത് ഇഷ്ടമായില്ലേ? എന്നാൽ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.